ചൊറിയാൻ വന്ന മന്ത്രി വി അബ്ദുറഹ്മാനെ കയറി മാന്തിയോ കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. എട്ടുകാലി മമ്മൂഞ്ഞ് ആരാണെന്ന് തനിക്ക് വ്യക്തമായി അറിയുന്നതുകൊണ്ട് ആ പേരിൽ മന്ത്രിയെ തിരിച്ചടിക്കുന്നില്ല. എന്നാൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നാലുകാലി മമ്മൂഞ്ഞാണ് എന്ന് തിരിച്ചടിച്ച് കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. പനമ്പാലം പാലത്തിന്റെ ചരിത്രം മന്ത്രി പഠിക്കണമെന്നും കുറുക്കോളി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കുറുക്കോളി മൊയ്തീൻ എം.എൽ.എയെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന രീതിയിൽ മന്ത്രി പരാമർശിച്ചിരുന്നു. ഇതിനോടാണ് താൻ എട്ടുകാലിയാണെങ്കിൽ താങ്കൾ ഒരു നാലുകാലിയാണെന്ന് കുറുക്കോളി തുറന്നടിച്ചത്. മഹാനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ഞാൻ ആ പേരിൽ അദ്ദേഹത്തെ തിരിച്ചടിക്കുന്നില്ല. പക്ഷെ എൻ്റെ സ്നേഹിതൻ അബ്ദുറഹ്മാൻ ഒരു നാലുകാലി മമ്മൂഞ്ഞിയായല്ലോ എന്നതിലാണ് ഞാൻ പരിഭ്രമിക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ ആ പാലത്തിന്റെ ചരിത്രവും സാഹചര്യവും പഠിക്കാൻ വേണ്ടി നിങ്ങൾ പറയണം. ബഹുമാന്യന്മാരായിരുന്ന മമ്മൂട്ടി തിരൂരിലും അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിലും എം.എൽ.എമാരാകുന്ന സന്ദർഭത്തിലാണ് അതിന് പണം ലഭ്യമായത്. അതിനുശേഷം അതിൻ്റെ ഏസാകുന്നതിന് മുമ്പ് ഭരണം മാറിയതിനു ശേഷം അതിൻ്റെ പ്രവർത്തനം 8.5 കൊല്ലമായി മുടങ്ങിക്കിടക്കുക. 8.5 കൊല്ലത്തെ അതിന് അപ്രോച്ചുകൾ ഉണ്ടാക്കിയ താമസം എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കുക. 8.5 കൊല്ലമായും അവിടുത്തെ എം.എൽ.എ. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബാണ്. 3.5 കൊല്ലമായി അദ്ദേഹം ക്യാബിനറ്റിൽ അംഗവുമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഇടപെടാൻ തിരൂരിലെ എം.എൽ.എ. ആയിട്ടില്ല എന്ന് പറയും. ഞാൻ എൻ്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. തിരൂർ മണ്ഡലവും തിരൂർ മുനിസിപ്പാലിറ്റിയും ചെറിയമുണ്ടം പഞ്ചായത്തും കൂടി കൈകോർക്കുന്നതാണ് ഈ പാലം. ആ പാലത്തിലെ അപ്രോച്ച് റോഡിന് വേണ്ട കൂടുതൽ സ്ഥലം തിരൂർ മണ്ഡലത്തിൽ നിന്ന് ആവശ്യം. 14 വ്യക്തികളിൽ നിന്നാണ് സ്ഥലം ആവശ്യമുള്ളത്. അതിൽ 9 ആളുകൾ തിരൂർ മണ്ഡലക്കാരും 5 ആളുകൾ മാത്രം താനൂർ മണ്ഡലക്കാരുമാണ്. ഞാൻ താനൂർ മണ്ഡലം എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ ചെലവഴിച്ച ഒരു വർക്കിന്റെ കാര്യത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഈ പാലത്തിന്റെ കാര്യം അപ്രോച്ച് റോഡിന് വേണ്ടി ശബ്ദിച്ചുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ തുടക്കം മുതൽക്ക് ഈ പാലത്തിന്റെ വികസനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളാണ്. ഇവിടെ പത്രക്കാരുണ്ടല്ലോ, ഇവിടെ തന്നെ ചേരുന്ന മാസാന്ത അവലോകന യോഗങ്ങൾ കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ കാര്യം AS കിട്ടിയതും അത് TS ആയതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിന് മുമ്പും. പിന്നെ അതിന്റെ പണി പൂർത്തീകരിക്കുന്നത് മാത്രം പറയാൻ എനിക്ക് അവകാശമില്ലെന്ന് പറയാൻ ആരാണുള്ളത്? വികസനത്തിന്റെ കാര്യത്തിൽ കേരളം മൊത്തം ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞാൻ സംസാരിക്കും. എന്നാൽ റോഡ് തുടങ്ങിയ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ ഞാൻ എൻ്റെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ സ്വാർത്ഥനുമാണ്. ഈ 9 ആളുകളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കാൻ മരിച്ചുപോയ T. മുഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ എല്ലാ അപ്രോച്ച് റോഡിന് വേണ്ടി വേണ്ട ഉടമകളുടെ യോഗം വിളിച്ച് സന്നദ്ധത പ്രകടിപ്പിച്ചത് ഞാനാണ്. അതിന്റെ തീരുമാനം ഇന്ന് PWD ഉദ്യോഗസ്ഥന്മാരുടെ കൈവശം ആ മിനിറ്റ്സ് ഉണ്ട്. അതിന് വർക്ക് ആരംഭിക്കാൻ സന്ദർഭത്തിൽ അന്നുണ്ടാക്കിയ തീരുമാനം അനുസരിച്ച് എഗ്രിമെന്റ് നടത്താത്തത് കൊണ്ട് അതിന്റെ പ്രവർത്തനം ഒരാഴ്ച നീണ്ടു. അത് നീട്ടിയത് ഞാനാണ്. എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം വർക്ക് തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. യോഗ തീരുമാനം അനുസരിച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കളക്ടറുടെ സാന്നിധ്യത്തിൽ മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് അത് മിനിറ്റ്സ് ഉണ്ടാക്കി അത് അവർക്ക് കൈമാറി അതിന്റെ കോപ്പി അവരോട് കൈപ്പാറ്റാൻ അവരെ കൊണ്ട് ഒപ്പിടിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷമാണ് വർക്ക് ആരംഭിച്ചത്. ഞാൻ കൂടി ആവശ്യപ്പെട്ട ഫണ്ട് വന്നത്. ബജറ്റിലൂടെ വരുന്ന ഫണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ ഒരു ഭാഗം വരുന്നുണ്ട് എന്ന് കരുതി അയാൾക്ക് മാത്രമോ എനിക്ക് മാത്രമോ അവകാശപ്പെട്ടതല്ല. കാരണം കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗം, ഇവിടെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ഞാൻ പത്രക്കാരോട് പറഞ്ഞത് ജനുവരിയോടുകൂടി അതിന്റെ വർക്ക് പൂർത്തീകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടുകൂടി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും. അതിന് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ താനൂർ മണ്ഡലത്തിലെ എൻ്റെ സഹപ്രവർത്തകരോട് കൂടി ആലോചിക്കേണ്ടതില്ല. അവിടുത്തെ എം.എൽ.എയോട് അദ്ദേഹത്തിന് ചിലപ്പോൾ എന്നോട് ആലോചിക്കാറില്ല എങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഉദ്ഘാടനം തീരുമാനിക്കാം. ഉദ്ഘാടനത്തിനല്ല പറഞ്ഞത്, ജനങ്ങൾ തുറന്നു കൊടുക്കാവുന്ന സാഹചര്യം എത്തുന്ന. തുഞ്ചത്തെ എഴുത്തച്ഛന്റെ നാട്ടിലെ ആളുകൾക്ക് മലയാളം അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പരിഗണിക്കാനാണ്? ഞാൻ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല.
പിന്നെ മറ്റ് എട്ടുകാരി മുമ്മിനിയുടെ സ്വഭാവം ഞാൻ ഇന്ന് വരെ പ്രകടിപ്പിച്ചിട്ടില്ല. 2022 സെപ്റ്റംബറിൽ ദേശാഭിമാനിയിൽ വലിയൊരു വാർത്ത വന്നു. ഓണസമ്മാനം തിരൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് 5 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു. ആ പത്ര കട്ടിങ്സ് എന്റെ കയ്യിലുണ്ട്. ഞാൻ മന്ത്രിയോട് നന്ദി പറഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പൊ 5 കോടി ബജറ്റിൽ കിട്ടിയതുണ്ട്. നിങ്ങൾ ഈ 5 കോടി നിങ്ങളുടെ പരിശ്രമം കൊണ്ട് കിട്ടിയ 5 കോടി കൂടി ആകുമ്പോൾ 10 കോടിയായി. ഞാൻ സന്തോഷം പറഞ്ഞ് ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്തപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തേ അത് കിട്ടൂലേ എന്ന് ചോദിച്ചു. അത് രണ്ടും ഒന്ന് തന്നെയാണ്. 2021 ഓണസമ്മാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 22 നിങ്ങൾ തരണോ ഓണസമ്മാനം? അപ്പൊ ആരാ എട്ടുകാലി മുമ്പിഞ്ഞ്? ആരാ? പിന്നെ ഇപ്പൊ പറയുന്ന ഇവിടെ വന്ന റോഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നാ പറഞ്ഞത്. ഈ പാലങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞാനും കൂടെ ഇടപെട്ടു. സന്തോഷവും ഇടപെട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു തെളിവൊന്നും എന്റെ കയ്യിലില്ല. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കൊരു ഉപദേശം പോലും തന്നിട്ടില്ല. എന്നെക്കാളും വലിയ സമ്പന്നൻ, എന്നെക്കാളും മുമ്പ് 5 കൊല്ലം മുമ്പ് MLA ആയാണ്, മന്ത്രിയാണ്. ഇന്ന രീതിയിൽ സൗകര്യം ചെയ്യണം കേട്ടോ, ഇന്നത് കഴിയണ എന്നൊരു ഉപദേശം എനിക്ക് തന്നിട്ടില്ല. മറ്റു ചില മന്ത്രിമാർ കേരളത്തിൽ എന്നോട് വിളിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടു എന്ന് എന്നോട് പറയാറുണ്ട്. ഇതൊരു വിഷമത്തിന്റെ പ്രകടനമാണ്. പക്ഷെ എങ്കിലും ബഹുമാന്യനാണ് അദ്ദേഹം. എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ പഴയ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നതാണ് മുന്നണിക്ക്. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന എല്ലാത്തരവും കൊടുക്കുന്നു.